പ്രിയപ്പെട്ടവരെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നായ നോർവേയിലെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കുട്ടമത്ത്. ഓസ്ലോയിൽ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ നിന്നും രാവിലെ ഞങ്ങൾ പോയത് നോർവേയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വിജിലാൻഡ് പാർക്കിലേക്കാണ്. വർണ്ണവസന്തം തുളുമ്പി നിൽക്കുന്ന പ്രകൃതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശില്പോദ്യാനമാണ് വിജിലാൻഡ് പാർക്ക്. ഗുസ്താവ് വിജിലാൻഡ് എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. ഓടിലും ഇരുമ്പിലും കരിങ്കല്ലിലും തീർത്ത 200-ലധികം ശില്പങ്ങൾ ഇവിടെ കാണാം. 17 മീറ്റർ ഉയരമുള്ള ഒറ്റ കരിങ്കല്ലിൽ തീർത്ത പിറകിൽ കാണുന്ന ഈ സ്തൂപത്തിൽ 121 മനുഷ്യരൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. വിജിലാൻഡ് പാർക്കിലെ ദി ഗ്രേറ്റ് ഫൗണ്ടൻ ആണ് ഈ കാണുന്നത്. വിജിലാൻഡ് പാർക്കിലെ കുറേ ശില്പങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വിജിലാൻഡ് പാർക്കിൻ്റെ പിറകു വശത്തുള്ള ദൃശ്യമാണ് ഇത്. വിജിലാൻഡിന് ചുറ്റുമുള്ള നയനാനന്ദകരമായ പരിസരം നമുക്കൊന്ന് കാണാം. പല നിറത്തിലുള്ള ഇലകൾ കൂട്ടത്തോടെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ ഭൂമിക്ക് ഒരു പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ശിശിരകാലത്ത് നിറം മാറിയ ഇലകൾ തീർത്ത വർണ്ണപ്രപഞ്ചം കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് ഫ്രാം മ്യൂസിയത്തിലേക്കാണ്. ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും പര്യവേക്ഷണം നടത്തിയ ലോകത്തിലെ ഏറ്റവും ബലവത്തായ മരക്കപ്പലാണ് ഫ്രാം. അതിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ കപ്പലാണ് ഈ കാണുന്നത്. ഈ കപ്പലിനുള്ളിലൂടെ നടന്ന് എൻജിൻ റൂം അടക്കമുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഫ്രാം മ്യൂസിയത്തിന് മുന്നിലുള്ള ഈ പ്രതിമകളിൽ ഒന്ന് ജീവനുള്ളതാണ്. കണ്ടുപിടിക്കാൻ നോക്കൂ. ഇത് നോർവേ പാർലമെൻറ്റ് മന്ദിരം. പ്രശസ്തമായ ഓസ്ലോ സിറ്റി ഹാൾ ആണ് ഈ കാണുന്നത്. എല്ലാ വർഷവും ഡിസംബർ 10 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ ഹാളിൽ വെച്ചാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. നോർവീജിയൻ കലാഭംഗി വിളിച്ചോതുന്നവയാണ് ഇതിൻ്റെ ചുമർ ചിത്രങ്ങൾ. അതും കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. നോർവേയിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.